പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ എവിടുന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത്. കാര്യം എന്താണ്? ഞാൻ നിന്നെ ആശീർവദിച്ച് ദൈവനാമത്തെ വിടുകയാണ്. പിന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും. നീ ഒരിക്കലും നിരാശരായി പിന്തിരിയുകയും ചെയ്യരുത്. ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം. എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. വട്ടത്തി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്. കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും പിസ്തുല രോഗികളും RSS രോഗികളും നടുവിന് വേദന ഉള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിന്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തണ സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം എന്നല്ലേ, ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം, അവർ വളരെ പേഴ്സണലായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെയാണ് ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവർ ഈ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. അപ്പോൾ ലക്ഷ്മി ഇവിടുന്ന് ചെന്നൈയിലെ പരീക്ഷ നേഴ്സാണ്. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണലായിട്ടല്ല, പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഈ വിശ്വാസ പ്രയോഗം എന്നൊരു സംഭവമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസം നമുക്ക് പ്രാർത്ഥനയാക്കാം. വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ്. വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട്. നമ്മുടെ ഈ സ്ഥൈര്യമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമൊക്കെ നെഞ്ചത്ത് പല വിശ്വാസപ്രമാണം ചൊല്ലി പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ പരീക്ഷയില്ല, എൻ്റെ വിജയവും ഇല്ല, അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറവ് വെച്ചാണ് ദൈവമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ എന്തുമാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനാണേ. സമയം പരീക്ഷ എഴുതി കൊടുക്കുന്ന സമയത്ത് എന്തുമാത്രം സമയമുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ 10-50 ക്വസ്റ്റ്യൻ ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ ഹോളിലൂടെ നമ്മുടെ കൃപാസനം മാതാവിനെ പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രേയിലിട്ടിട്ട് ആവാത്ത ഒരു ലേഡി വന്നിട്ട് ഇവരുടെ കമ്പ്യൂട്ടറെ പൊട്ടും. ഇവളോട് പറയാതെ അവരോട് സംസാരിക്കും. ഇവിടെ മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ. കൊട്ടിച്ചും പറയും, ഇതാണ് സമയം, നിനക്ക് ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ ഒന്ന് കൊട്ടിയിട്ട് പറയും, ഇനി നിനക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. എന്നിട്ട് അവർ പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയത്തില്ലേ? അപ്പോൾ വക്രത ഉള്ളവർ കാണത്തില്ലെന്ന് അർത്ഥമുണ്ട് തന്നെ. ഈശോത്തെ പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന അർത്ഥം എന്താണ്? വക്രതയുള്ളവർ കാണത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അടിയറവ് വെക്കണം. ബുദ്ധിയിലാണല്ലോ ഈ വക്രതയും തരികിടയൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും. അപ്പം അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രിയായപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ്? 42 മാർക്ക് കൊണ്ടാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായി.
സ്വപ്നത്തിലാണ് 42 മാർക്ക്. അപ്പോൾ ഈ 800 മാർക്ക് ടോട്ടൽ, അതിൻ്റെ 42 കിട്ടിയാൽ തോക്കുമെന്ന് ഉറപ്പല്ലേ. എന്നുവെച്ചാൽ അവളൊന്നും എഴുതിയിട്ടില്ല, അതാണ് പ്രശ്നം. ഇതെല്ലാം കണ്ണടച്ച് കുത്തിയ പരിപാടിയാണ്. കറുപ്പിക്കണതൊക്കെ അല്ലേ പരിപാടി. അതേപോലെ തന്നെ ഡോട്ട് ഒട്ടിയിട്ട് പോണതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല. ഇവൾ വെറുതെ ചെയ്യണത്. ആ സബ്ജക്റ്റ് മനസ്സാകും കൂടിയില്ല അവൾക്ക്, കൺഫ്യൂഷനാണ്. പക്ഷേ എന്ത് ചെയ്യും, ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ. ഇത് 42 രാത്രി കാണിക്കും സ്വപ്നത്തിൽ. അപ്പോൾ അത് ശരിയായിരുന്നു അവൾക്ക്. പക്ഷേ മാർക്ക് കൈ കിട്ടിയപ്പോൾ എന്താണ് 542 മാർക്ക്. അപ്പോൾ അവളൊക്കെ അറിയാം 500 മാർക്കിന് അവൾ എഴുതിയിട്ടെന്നറിയാം. അപ്പോൾ 500 മാർക്ക് ആരാണ് തന്നാണ്? ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ്. 42 മാർക്കാണ് അവിടെ മെരിട്ടെന്ന് പറയണത്. ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്നും അത് നോൺസെൻസ് ആയിരിക്കും, വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇതിങ്ങനെ പോകുന്നത് ശരിക്കും. കാര്യം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി കൊണ്ടാണ് അവൻ ദൈവത്തെ കണ്ടിരിക്കും. ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും. അത് ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ വേണ്ടി കൂടി. അപ്പോൾ അതിൻ്റെ അകത്ത് ആ മുഴ കാണാതെ വന്നു എന്തായാലും. അപ്പം സാറ് ചോദിച്ചത് എന്താ ഇതിനകത്ത് ഇങ്ങനെ അത്ഭുതം സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന് പറയാം, ഇങ്ങനെ ഒരു വിശ്വാസം പ്രാർത്ഥനയൊക്കെ എൻ്റെ ഒത്തിരി കണ്ണീരുള്ള പ്രാർത്ഥനയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും ദൈവം അനുഗ്രഹിച്ചു. ഇങ്ങനെ ഒരു മാറ്റം എന്നിൽ വന്നു എന്നല്ല. അങ്ങനെ ഓപ്പറേഷൻ അവിടെ വേണ്ടാന്ന് ഡേറ്റ് നിശ്ചയിച്ച ഓപ്പറേഷൻ എനിക്ക് ഒഴിവാക്കി തന്നു. അങ്ങനെ ഒരു മാതാവിനോടും എല്ലാം നന്ദി പറയുന്നു. എൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ് പേര്. തൃശ്ശൂരാണ് സ്ഥലം. ഞാൻ 2022 ഫെബ്രുവരി 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി കേൾക്കാൻ എനിക്ക് അവസരം കിട്ടിയത്. അത് അവസരം കിട്ടിയതെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഞങ്ങളൊരു ട്രാവൽസിൻ്റെ വണ്ടികൾ, ടാക്സി സർവീസ് വണ്ടികൾ, വലിയ വണ്ടികളൊക്കെയാണ്. നല്ല രീതിയിൽ ബിസിനസ് നടന്നു പോകുന്ന സമയമായിരുന്നു. 2020 ലോക്ക്ഡൗൺ വരെ. ലോക്ക്ഡൗണിൽ എല്ലാം തലകുത്തി മറിഞ്ഞതുപോലെ നമ്മളുടെ ബിസിനസ്സും തലകുത്തി മറിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നുമില്ലാത്തൊരവസ്ഥ, കടങ്ങൾ മാത്രം. ബാങ്കുകാരുടെ വിളി, കടക്കാരുടെ വിളി, വീട്ടിലിരിക്കാൻ പറ്റില്ല. അവസാനം വീട് വിട്ട് ഞങ്ങൾ ഒരു വാടക വീട് എടുത്ത് അവിടെ ജീവിച്ചു. തീരെ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അന്നത്തെ ദിവസം ഞാനും ഭാര്യയും മോളും ഇരുന്ന് ആത്മഹത്യയെക്കുറിച്ച് ചർച്ച ചെയ്തു. പക്ഷെ അന്ന് വൈകുന്നേരം അവിടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ പോകാനിടയായി. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ കൃപാസനത്തിൽ പത്രം ലഭിച്ചത്. അന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വിളിച്ചു, ഒരു സിസ്റ്ററുമായി സംസാരിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ കൃപ. അന്ന് നമ്മൾ വീട് വിൽക്കാൻ വേണ്ടി ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ലോൺ പാസ്സാവാണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അന്ന് തന്നെ ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ അവരുടെ ലോൺ പാസ്സായി. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് ഡിസ്പോസ് ചെയ്ത് ഒരുവിധം കടങ്ങളൊക്കെ വീട്ടാൻ സാധിച്ചു. പിന്നെ നമുക്കിവിടെ വണ്ടികൾ 2 വണ്ടി ഞങ്ങൾക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നാട്ടിൽ നിൽക്കാനുള്ള അവസ്ഥയിലാണിപ്പോൾ. വീടൊക്കെ എല്ലാം നാട്ടിൽ നിൽക്കാം, എല്ലാവരുടെയും ഫോൺ നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഞാനൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.
ഞാനൊരു കമ്പനിയിൽ മുമ്പ് ഫോർഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഞാൻ സെയിൽസ് മാനേജറായിരുന്നു. അതിൻ്റെ അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു ഉടമ്പടിയിൽ. പക്ഷെ മാതാവ് എനിക്ക് ഇപ്പം ഞാനൊരു പെട്ടെന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആര് വിളിച്ചു, എന്ത് വിളിച്ചു, എങ്ങനെ അവർക്ക് കെയർ ഓഫ് കിട്ടിയെന്ന് എനിക്കറിയില്ല. അവർ ചോദിച്ചിട്ടും അത് പറഞ്ഞിട്ടില്ല. എന്നെ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞു, 3rd ഇൻ്റർവ്യൂ 4th ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. ഞാനിപ്പോൾ ആ കമ്പനിയുടെ റീജിയണൽ മാനേജറായിട്ടാണ് ജോലി ചെയ്യണത്. പ്രൈസ് ദി ലോർഡ്. മാതാവേ പരിശുദ്ധമ്മയ്ക്ക്. പിന്നെ വലിയൊരു അത്ഭുതം, ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു സുഹൃത്തിൻ്റെ വൈഫിൻ്റെ ഒരു ബന്ധു, ഒരു കുട്ടി കൊറോണ കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഫുട്ബോൾ കളിക്കാനായിട്ട് പോയി. അവിടെ വെച്ചിട്ട് ആ കുട്ടി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണു. മറ്റു കുട്ടികൾ വിചാരിച്ചു ഇനി തളർന്നിട്ട് വീണതാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ കുട്ടിയുടെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു പോയി എന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലാക്കിയാൻ പറ്റിയത്. അവിടെ നിന്ന് അവർ പൊക്കിക്കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ വെന്റിലേറ്ററിലിട്ടു. പക്ഷെ അവരുടെ അപ്പച്ചൻ പറഞ്ഞു വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത്രയും വാശി പിടിച്ചിട്ട് ആ അപ്പച്ചൻ നിന്നു. സഞ്ജു എന്നോട് വിവരം പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ തൈലം ഞാനൊരു ചെറിയ കുപ്പിയിലാക്കിയിട്ട് സഞ്ജുവിന് കൊടുത്തിട്ട് പറഞ്ഞു അവരുടെ അമ്മച്ചിക്ക് കൊടുക്ക്. അപ്പോൾ തൃശ്ശൂർക്ക് ആ കൊച്ചിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു വെന്റിലേറ്ററിൽ മെഡിക്കൽ കോളേജിലേക്ക്. ഞാൻ പറഞ്ഞു വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തൈലം തേച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ അമ്മച്ചി അവിടെ പോയി കരഞ്ഞും പ്രാർത്ഥിച്ചു. ഞാൻ ഓരോ ദിവസമൊക്കെ വിളിക്കാറുണ്ട്. തൈലം തേച്ച് വഴിക്ക് ആ കുട്ടി കിടക്കേ കിടന്ന് പെടഞ്ഞു എന്നാ പറയണേ. ആ ഡോക്ടർ അതിശയപ്പെട്ടു എന്ന് പറയുന്നു. കൊച്ചിന് തൈലം തേച്ചോടനെ കണ്ണൊക്കെ തുറന്നാകെ അങ്ങനെ അവസാനം അവർ കൈയൊക്കെ കെട്ടിയിടേണ്ട അവസ്ഥയിലേക്ക് വന്നു. പക്ഷെ ആ കുട്ടീനെ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ സഞ്ജുവിനോട് ചോദിച്ചു പറഞ്ഞു വെന്റിലേറ്ററിൻ്റെ ഓക്സിജൻ്റെ ആ മാസ്ക് എടുക്കുകയാണ്. അവർ കൊച്ചിൻ്റെ മാസ്ക് എടുക്കുകയാണ്. കൊച്ച് ഐസിയുവിൽ തന്നെയാണ്. പക്ഷേ ആ കൊച്ച് അൻവി തിരിച്ച് ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഏറ്റവും ഫസ്റ്റ് പറയേണ്ടത് അതായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം. ആ കുട്ടിയുടെ അത്ഭുതമാണ് ഇതിൽ ഏറ്റവും വലിയ അൻവീനെ തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ കുടുംബവും കൃപാസന മാതാവിന് ഞാൻ മരണം വരെ ഞങ്ങൾ ഈ മാതാവിൻ്റെ കൃപയിലായിരിക്കും ഇനി ജീവിക്കാമെന്ന് ഞാൻ പറയുന്നു. എൻ്റെ പേര് മറിയാമ്മ മാർട്ടിൻ. ഞാൻ അർത്തുങ്കൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ കെട്ടി വന്നിട്ട് 22 വർഷമായി. അവർ 10 മക്കളാണ്. 5 ആണും 5 പെണ്ണും. പെണ്ണുങ്ങളിൽ 4 പേരെ കെട്ടിച്ചു. മൂത്ത ആൾ ഞങ്ങളുടെ കൂടെയായിരുന്നു. പിന്നെ 4 ചേട്ടന്മാർ മാറി താമസിച്ചു. ഒരാൾ ഞങ്ങളുടെ 10 സെൻറ്റ് സ്ഥലത്തിൽ 3 സെൻറ്റ് സ്ഥലത്ത് ഷെഡ് വെച്ചു. അപ്പോൾ അവിടെ മൂത്ത പെങ്ങൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് ആയിരുന്നു. പുള്ളി ഒന്നും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ആർക്കും കൊടുക്കാണ്ടൊക്കെ ഇരുന്നു. അവസാനം അവർ വേറെ സ്ഥലം മേടിച്ചു. ചേട്ടനൊക്കെ 3 സെൻറ്റ് സ്ഥലം വേറെ മേടിച്ചു. അവിടെ വീട് വെക്കാനായിട്ട് എല്ലാ അപേക്ഷകളും കൊടുത്ത് അതിന് സാങ്ഷൻ വന്നപ്പം തോടുമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെ വെക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിരാശപ്പെട്ടു. അപ്പോൾ അവർ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലത്തിൽ നിന്നും 3 സെൻറ്റ് സ്ഥലം അളന്ന് കിട്ടിയാൽ അവിടെ ഷെഡ് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തി വന്ന് എല്ലാ പെങ്ങാന്മാരുടെ അടുത്തും ചേട്ടന്മാരുടെ നടന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. ഉടമ്പടിയിലല്ല, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ആരാധന നടക്കുന്ന സമയത്ത്. അതായത് 2019 ഞാൻ ഉടമ്പടി ആദ്യം എടുത്തത്. അത് കഴിഞ്ഞാണ് ഞാൻ വീടിന് വേണ്ടി ഞാൻ വെക്കുമായിരുന്നു. എനിക്കൊരു വീട് പേരിൽ എഴുതി കിട്ടാൻ വേണ്ടി ഞാൻ പറയുമായിരുന്നു. മാതാവിനോട് ഞാൻ പറഞ്ഞു 1 വർഷമാകുമ്പോൾ ഈ ഫെബ്രുവരി 28-ാം തീയതി വരെ എനിക്കൊരു വർഷമാകും. അതിനുള്ളിൽ എനിക്ക് 25-ാം തീയതി എന്നൊരു ദിവസമുണ്ടെങ്കിൽ 26-ാം തീയതി ദിവസമുണ്ടെങ്കിൽ എനിക്കിതിനൊരു മറുപടി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി 25-ാം തീയതി ആയപ്പം ചേർത്ത് വന്നിട്ടും പറഞ്ഞു ഞങ്ങളുടെ വീടിൻ്റെ സാങ്ഷൻ പോയി. പിന്നെ 10 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾക്ക് വെക്കാമെന്ന് അനുവാദം കിട്ടി.
ദൈവമാതാവിൻ്റെ അനുഗ്രഹം അതുമൂലം ചേർത്ത് തന്നെ എല്ലാം ചെയ്തു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾക്ക് എല്ലാം ശരിയായി തന്നു. ഞങ്ങളും പൈസ കൊടുത്തു. അവർക്ക് 3 സെൻറ്റ് സ്ഥലവും കൊടുത്തി. ഞങ്ങൾക്ക് 7 സെൻറ്റ് സ്ഥലവും കിട്ടി. അതിനിടയ്ക്ക് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, കോവിഡായിപ്പോയി. പിന്നെ ഇടയ്ക്ക് ഞാൻ വന്നു, ഇവിടെ ഒന്ന് പുതുക്കി. അപ്പോൾ സാക്ഷി എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, വൈകിപ്പോയി. പിന്നെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കോവിഡായപ്പോൾ അടച്ചിട്ടിരുന്നു. അങ്ങനെ ഞാൻ പോയി. പെങ്ങൾ മരിച്ചു. പെങ്ങൾ മരിച്ച് 1 വർഷമായില്ല. നമ്മുടെ അലക്സാണ്ടർ അച്ഛൻ അർത്തിങ്കലിരിക്കുമ്പോഴാണ് പെങ്ങൾക്ക് ഒടുക്കത്തെ പുഷ്പ കൊടുത്തു. പിറ്റേ ദിവസം മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടത്തി തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനക്കോടി നന്ദി. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പായിപ്പാട് ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് നീന, ഹസ്ബൻഡിൻ്റെ പേര് ബിനോയ്. 10 വർഷം കഴിഞ്ഞ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം ഞങ്ങൾ 2 പ്രാവശ്യം പ്രഗ്നൻ്റായി അബോർഷനായിപ്പോയി. പിന്നീട് 8 വർഷക്കാലം ഞങ്ങൾ ഒരുപാട് ചികിത്സ ചെയ്തു, പല ആശുപത്രികളിൽ കയറി ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചില്ല. അവസാനം ഞങ്ങൾ 2020 ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇനി ഞങ്ങൾ പൈസ ചികിത്സയ്ക്ക് വേണ്ടി ഇനി 1 രൂപ കളയത്തില്ല. അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുവാണെങ്കിൽ തന്നാൽ മതി കുഞ്ഞിനെ. അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തു. 2020 ഫെബ്രുവരി മാസത്തിൽ ഞങ്ങളിവിടെ വരികയും എൻ്റെ അമ്മയായിട്ട് ഞങ്ങളിവിടെ വരികയും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ സൗദി അറേബ്യയിലേക്ക് തിരിച്ചുപോയി. ഞങ്ങൾ നിരന്തരം മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും അവിടെ വെച്ച് ഞാൻ ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 2021 മാർച്ചിൽ ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതിന് ഒരാഴ്ച മുൻപ് എനിക്ക് UTI ആയി, ഇൻഫെക്ഷനായിട്ട് 10 ദിവസം ഞാൻ ആൻറ്റിബയോട്ടിക് എടുക്കുകയും 5 ദിവസം അഡ്മിറ്റ് ആയിക്കൊണ്ട് IV ആൻറ്റിബയോട്ടിക് എടുക്കുകയും ചെയ്തു. അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് അബോർഷനായി പോകേണ്ടതാണ്. പിന്നീട് 3 മാസത്തിന് ശേഷം പിന്നെ ബ്ലീഡിങ് ആയി. ഞാൻ പിന്നെ അഡ്മിറ്റായി. ഡോക്ടർ അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ചാൻസും ഇല്ല കുഞ്ഞിന്, കാരണം ആഹാരം കിട്ടേണ്ട ഒന്നും തന്നെ, കാരണം അത് ബ്ലീഡിങ് ആയിട്ട് ബ്ലോക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റത്ത് തൈലം പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം ഡോക്ടർ സ്കാൻ ചെയ്യുകയും ഒരു കുഴപ്പവുമില്ല എന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് ഡിസംബറിൽ ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അമ്മ മാതാവേ സ്തോത്രം, നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഗ്രേസി ആൻ്റണി. ഞാൻ തുറവൂരിൽ നിന്ന് വരുന്നു. എനിക്ക് എൻ്റെ അപ്പൻ്റെ പേരിൽ 75 സെൻറ്റ് നിലം ഉണ്ടായിരുന്നു. അത് 30 വർഷത്തോളമായി കിട്ടാതെ, അതിൻ്റെ പട്ടയം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ കയറി ഇറങ്ങി ഒരുപാട് കഷ്ടപ്പെട്ട് വേദന സഹിച്ച് നടക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 7 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി എടുക്കുകയും അങ്ങേരെ ഈ പട്ടയമില്ലാതെ കിടന്ന ഈ നിലം പുള്ളി വാങ്ങുകയും ചെയ്തു. ഞങ്ങൾക്ക് പട്ടയം കിട്ടുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ എടുക്കുകയും ഞാൻ എടുത്തിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ 19 പട്ടയത്തിന് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 20 ജൂൺ മാസത്തിൽ എനിക്ക് പട്ടയം കിട്ടുകയും ആ പട്ടയം ഞാൻ ആ വ്യക്തിക്ക് കൊടുത്ത് എൻ്റെ കാര്യങ്ങൾ നീക്കുകയും ചെയ്തു. ഈ അനുഗ്രഹത്തിന് ഈശോയോടും അമ്മയോടും തിരുക്കുമാനോടും കോടാനുകോടി നന്ദി പറയുന്നു. കൂടാതെ എൻ്റെ മകന് ഒരു ജോലി ലഭിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബത്തിൽ തന്ന നിരവധിയായ നന്മകൾ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എൻ്റെ പേര് അഞ്ജലി. ഞാൻ ചേർത്തലയിൽ നിന്നാണ് വരുന്നത്. 2018 ഉടമ്പടി എടുത്തത് ഞാൻ പഠിക്കുമ്പോഴത്തേക്കിനും സെക്കൻഡ് ഇയർ ഫെയിലായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നീട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
എക്സാമൊക്കെ നല്ല ടഫായിരുന്നു. അപ്പോൾ പാസ്സാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാതാവ് എന്നെ പാസ്സാക്കി. പിന്നെ വേറൊരു കാര്യം, ചേട്ടന് ജോലി ഇല്ലാഞ്ഞിട്ട് 4 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കിനും ചേട്ടനും നല്ലൊരു ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളായി എവിടെയാണ് ജോലി കിട്ടിയത്? റെയിൽവേയിൽ ജോലി കിട്ടി. പിന്നെ കുറച്ച് നാളായിട്ട് എനിക്ക് വിറവലുണ്ടായിരുന്നു കൈക്ക്. അപ്പോൾ അതൊക്കെ നല്ലപോലെ മാതാവ് എന്നെ സുഖപ്പെടുത്തി തന്നു. തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാതാവ് എന്നെ സുഖപ്പെടുത്തി.